വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ദൈവകരുണയാൽ അവിടുന്ന് തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലെ സർവ്വജീവികളുടെയും മേൽ ആധിപത്യം നൽകുന്ന വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവകരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും അനന്തദയാലുവും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ കരുണയ്ക്കായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ യോഗ്യതകളാൽ അവിടുന്ന് ചിന്തിയ രക്തത്തെക്കുറിച്ചും ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് പാപമോചനവും പശ്ചാത്താപവും അങ്ങയുടെ പ്രസാദപര സഹായവും നിത്യജീവിതവും അങ്ങ് ഞങ്ങൾക്ക് നൽകുമെന്ന് പ്രത്യാശിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.